ഹലോ ഗായ്സ്, കുസൃതി ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിഷുവാണ്, വിഷുവിൻ്റെ തലേന്നാണ്. അപ്പം നമ്മൾ ചെറിയ ഒരു വിഷു ആഘോഷിക്കുന്ന വീഡിയോ ആണ്. തലേ ദിവസം പടക്കമൊക്കെ മേടിച്ച് കത്തിച്ച് പിള്ളേർ ദേ കമ്പിത്തിരിയൊക്കെ കത്തിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. എന്നെ കുറവെ പന്തേത്തിരി മാർക്കോളാകുന്നുണ്ട്. ആ പറക്കോ മാവ് പൂത്തിരിയൊക്കെ കത്തിച്ച് പൊട്ടിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ കണി കാണാൻ വിഷുവിൻ്റെ അന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിഷുക്കണിയൊക്കെ വെച്ച് മക്കളെ എല്ലാം വിളിച്ചെഴുന്നേൽപ്പിച്ച് കണി കാണിക്കാൻ കൊണ്ടുവരുന്നതാണ്. രാവിലെ കണി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പിള്ളേരെല്ലാം എഴുന്നേറ്റ് വന്ന് കണി കാണുന്ന ഭാഗമാണിത്. അതിനുശേഷം രാവിലെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. ചെറിയൊരു വീഡിയോ പിടുത്തമായിട്ട് ഇറങ്ങി. നാത്തൂനുണ്ട്, അമ്മയുണ്ട്, ആങ്ങളുടെ കൊച്ചുണ്ട്, എല്ലാവരും ഉണ്ട്. രാവിലെ പൊന്നുമാണ് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് അമ്പലത്തിൽ പോകാൻ വേണ്ടി. നാത്തൂനും കൊച്ചും ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങി. മിന്നുക്കുട്ടി പൂവൊക്കെ വെച്ച് അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തനാണെങ്കിൽ ഒരു ചേർക്കൻ്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കയറിയിരുന്ന് അത് മറിച്ചിടാൻ നോക്കി. ഞാൻ എടുക്കാൻ പുറത്തുനിന്ന് ഇവിടുന്ന് അമ്പലത്തിൽ ചെന്ന് അമ്പലത്തിൽ വെച്ച കണിയൊക്കെ ഞങ്ങൾ കണ്ടു. പിന്നെ അമ്പലത്തിൽ നിന്ന് നമുക്ക് തിരുമേനി 1 രൂപ കൈനീട്ടമായിട്ട് തന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറത്ത് ഭദ്രകാളി അമ്മയുടെ അടുത്തേക്ക് തൊഴാൻ പോവുകയാണ്. കുഞ്ഞായാണെങ്കിൽ ഭയങ്കര പൊരുത്തക്കേടാ. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് പൈസ തരാൻ പറഞ്ഞുകൊണ്ട്. ശേഷം ഞാൻ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. ഇനി ചേട്ടായി വന്ന് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അവർ 3 പേരും കൂടെ ഒരു വണ്ടിക്ക് പോയി. ഞാനും ചേട്ടായും കൂടെ ഒരു വണ്ടിക്ക് പോകാൻ വേണ്ടി കയറി. അതിനുശേഷം ഉച്ചയായപ്പം നമ്മൾ സദ്യ ഉണ്ണാൻ വേണ്ടി തുടങ്ങുകയാണ്. ഒത്തിരി വിഭവങ്ങളൊന്നുമില്ല. ചോറ്, സാമ്പാർ, അവിയൽ, അച്ചാർ, പപ്പടം, പായസം, ഇത്രേ ഉള്ളൂ. കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ചേട്ടൻ്റെ വീട്ടിലേക്കും പോകണം ഉച്ചയാകുമ്പം. കാരണം ഞങ്ങൾ നേരത്തെ 10-11:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ ചോറുണ്ടു. അച്ചായി ഉണ്ട്, അമ്മയുണ്ട്, ആങ്ങളയുണ്ട്, നാത്തൂനുണ്ട്, എല്ലാവരും ഉണ്ട്. ചെറിയ രീതിയിലുള്ളൊരു സദ്യ. എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുത്തു. അച്ചായി, അമ്മച്ചിയും. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്ന് പൂവൊക്കെ ചൂടിക്കൊണ്ട് വന്നാണ് ചോറ് വിളമ്പുന്നത്. നിലത്തിരുന്നാണ് കഴിക്കുന്നത് അവർ എല്ലാവരും. പിള്ളേരും ചേട്ടായി അച്ചായും കൂടെ ആദ്യം ഇരുന്നു. കുഞ്ഞായിയാണ് ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞും പെറുക്കിയൊക്കെയാണ് ചോറ് തീറ്റ.
ചേച്ചിമാരുടെ കൂടെ ഒന്നിച്ചിരുന്ന് പുള്ളിയും ഇലയൊക്കെ ഇട്ട് അച്ചാറൊക്കെ തൊട്ട് നക്കുന്നുണ്ട്. പുള്ളിയുടെ അഭിനയം കണ്ട് ഞങ്ങളെല്ലാവരും പോലെ ചിരിയാണ്. പുള്ളി ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് എരിവാന്നൊക്കെ പറയുന്നുണ്ട്. പൊന്നു ചോറൂണ് കഴിഞ്ഞ് ചെറുക്കൻ ഇലക്കകത്ത് പായസമൊക്കെ ഒഴിച്ചു കൊടുത്ത് അവൻ ഇലക്കകത്തുനിന്ന് കോരി കുടിക്കുന്നുണ്ട്. മിന്നു കഴിക്കുന്നത് കണ്ടിട്ട് പുള്ളിക്കും ഇലക്കകത്ത് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഇലക്കകത്താണ് പുള്ളിക്കും പായസം കൊടുത്തത്. എല്ലാവരും ചോറൂണൊക്കെ കഴിഞ്ഞ് അവർ പിള്ളേരും ചേട്ടായിയൊക്കെ ചോറൂണ് കഴിഞ്ഞ് ഞാനും ആങ്ങളെ നാത്തൂനും കൂടെ കഴിക്കണം. മിന്നുവാണ് നന്നായിട്ട് ഇലക്കകത്തിട്ട് പപ്പടമൊക്കെ കുഴച്ച് പായസം കുടിക്കുന്നത്. ഇലക്കകത്ത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് മിന്നു ഇലക്കകത്താണ് കഴിക്കുന്നത്. അമ്പലത്തിൽ പോയിട്ട് വന്ന് പട്ടുപാവാടയും ബ്ലൗസ് എല്ലാം മാറിയിട്ട് പുള്ളി നൈറ്റി ഡ്രസ്സൊക്കെ ഇട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. കുഞ്ഞായി മാറി കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നില്ല പുള്ളിക്ക്. അത് കഴിഞ്ഞ് മിന്നു ഇച്ചിരി മോരൊക്കെ കുടിച്ചു. കുഞ്ഞായി പപ്പടമൊക്കെ പൊട്ടിച്ച് തിന്നാണ് പായസം കുടിക്കുന്നത്. വരെ ഊണ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കഴിക്കുവാണ്. ഞാനും ആങ്ങളെയും നാത്തൂനും കൂടെ ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. നാത്തൂൻ ഞാൻ വീഡിയോ എടുക്കുമ്പം പപ്പടമൊക്കെ തിന്ന് കാണിക്കും എന്നെ. ശേഷം ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അമ്മ പിള്ളേർക്ക് കൈനീട്ടമൊക്കെ കൊടുത്തു. പൊന്നൂനും കൊടുത്തു, മിന്നൂനും കൊടുത്തു. എനിക്കും കൈനീട്ടം തന്നമ്മ. ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്